കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ റോഡിന്റെ അരികിടിഞ്ഞൊരു അപകടമുണ്ടായി. കാർ തലകീഴായി മറിഞ്ഞു എന്നാണ് വിവരം. കാറിലുണ്ടായിരുന്ന വില്യാപ്പള്ളി സ്വദേശികളായ 3 പേർക്ക് പരിക്കേറ്റുണ്ട്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി. അഞ്ജന, പരിക്കേറ്റവരുടെ പരിക്ക് ഗൗരവമുള്ളതാണോ? എപ്പോഴെങ്ങനെയാണ് അപകടമുണ്ടായത്? 3 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 3 പേരുടെയും നില തൃപ്തികരമാണെന്നുള്ളതാണ് അറിയുന്നത്. കുറ്റ്യാടി ചുരത്തിലാണ് ഇത്തരത്തിൽ കാറ് തലകീഴായി മറിഞ്ഞൊരു അപകടം ഉണ്ടായത്. ഈ ചുരം കയറി വയനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് 7ാം വളവിൽ വെച്ച് എതിർദിശയിൽ വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ റോഡിന്റെ കെട്ടിടിഞ്ഞു വീണ് തലകീഴായി മറിഞ്ഞ അപകടം ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 5 അടി താഴ്ചയിലേക്ക് ഈ കാറ് മറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. വില്യാപ്പള്ളി സ്വദേശികളായ 3 പേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. ഇവരെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. 3 പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയുന്നത്. കാറിൽ ഉണ്ടായിരുന്നത് 55 വയസ്സുള്ള കുഞ്ഞായിഷ ഫാത്തിമ, 10 വയസ്സുള്ള കുട്ടിയാണ്. ഒപ്പം തന്നെ ഇവരുടെ ഒരു ബന്ധു കൂടി ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. മലയോര ഹൈവേയുടെ പ്രവൃത്തി നടന്നു വരികയാണ് ഈ മേഖലയിൽ, കുറ്റ്യാടി ചുരത്തിലെ ഈ വളവിൽ. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലം കൂടി ആയതുകൊണ്ട്, മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത പെയ്തിരുന്ന മേഖലകളിൽ, അതുകൊണ്ട് ഈ മണ്ണിടിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. സൈഡ് കൊടുക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വാഹനം പതിക്കുകയായിരുന്നു. താമരശ്ശേരി ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ട് കുറ്റ്യാടി ചുരം വഴിയാണ് ഒരുപാട് വാഹനങ്ങൾ, മൾട്ടി ആക്സിൽ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അതുമൂലം ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞത് എന്നുള്ളത് കൂടി അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണ്. ശരി, കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിലാണ് റോഡിന്റെ അരികിടിഞ്ഞ് അപകടം ഉണ്ടായത്. വലിയൊരു അപകടമാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് 3 പേർ കാറിലുണ്ടായിരുന്നു. തലകീഴായി കാർ താഴേക്ക് വീഴുകയായിരുന്നു. വില്യാപ്പള്ളി സ്വദേശികൾക്ക് പരിക്കുണ്ട്. അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.